വന്ധ്യതാ പരിശോധനയുടെ ഭാഗമായി സെമൻ ടെസ്റ്റും ഓവുലേഷൻ സ്കാനും എല്ലാം നോർമലായി കാണുകയും 1 വർഷത്തോളം നിങ്ങൾ ഗർഭധാരണത്തിനു വേണ്ടി ശരിയായ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടും സക്സസ് ആകുന്നില്ല എങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് ആലോചിക്കാം. ഇവിടെയാണ് ട്യൂബ് ടെസ്റ്റിൻ്റെ പ്രസക്തി. യൂട്രസിൻ്റെ സൈഡിൽ 2 ഫലോപ്പിയൻ ട്യൂബ് ഉണ്ട്. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ഉടനെ ഈ ഫലോപ്പിയൻ ട്യൂബ് ഈ ഓവത്തിൻ്റെ അടുത്തേക്ക് ചലിക്കുകയും ഫലോപ്പിയൻ ട്യൂബിൻ്റെ അറ്റത്ത് വിരലുകൾ പോലെയുള്ള ഫിംബ്രിയ ഉപയോഗിച്ച് ഈ ഓവത്തിനെ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും ട്യൂബിൻ്റെ ഉള്ളിൽ വയ്ക്കുകയും ചെയ്യുന്നു. ഓവുലേഷന് മുമ്പോ പിൻപോ ഉള്ള 24 മണിക്കൂറിനുള്ളിൽ സെക്ഷുവൽ കോണ്ടാക്റ്റ് നടക്കുകയാണെങ്കിൽ പുരുഷ ബീജങ്ങൾ വജൈനയിൽ നിന്ന് യൂട്രസിലേക്ക് നീന്തിക്കയറി ട്യൂബിൻ്റെ ഉള്ളിൽ കൂടി ഓവത്തിൻ്റെ അടുത്തെത്തുകയും ഫെർട്ടിലൈസേഷൻ നടക്കുകയും ചെയ്യും. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ട്യൂബ് ആ ഓവത്തിനെ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടി തള്ളി യൂട്രസിൻ്റെ ഉള്ളിലെത്തിക്കുകയും യൂട്രസിൻ്റെ ഉള്ളിലുള്ള പാട പോലെയുള്ള ഒരു എൻഡോമെട്രിയം എന്ന ഭാഗത്ത് അത് പറ്റിപ്പിടിച്ചിരുന്ന് ഭ്രൂണം വളരുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഫലോപ്പിയൻ ട്യൂബിന് ഗർഭധാരണത്തിൽ വളരെയേറെ പ്രാധാന്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ട്യൂബ്സിൻ്റെ കണ്ടീഷൻ ശരിയാണോ എന്നറിയുവാനുള്ള ടെസ്റ്റുകൾ അഥവാ ട്യൂബ് ടെസ്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ആദ്യത്തേത് HSG അഥവാ ഹിസ്റ്ററോസാൽപിഞ്ചോഗ്രാം ആണ്. രണ്ടാമത്തേത് SSG അഥവാ സലൈൻ സോണോസാൽപിഞ്ചോഗ്രാം ആണ്. പിന്നെയുള്ളത് ലാപ്രോസ്കോപ്പിക് ക്രോമോട്യൂബേഷൻ ആണ്. ആദ്യത്തെ 2 ടെസ്റ്റുകളും ചിലവ് കുറഞ്ഞ ടെസ്റ്റുകളാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മൂന്നാമത്തെ ചിലവ് കൂടിയ ടെസ്റ്റുകൾ ചെയ്യേണ്ടതായി വന്നേക്കാം.